ഹലോ കൂട്ടുകാരെ, നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം ഇപ്പോൾ മാവേലിക്കരയിലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 100 രൂപ ടിക്കറ്റാണ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണാനായിട്ട്. ഇവിടെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം മാത്രമല്ല, മീനുകളുടെ വിപുലമായ ഒരു ഷോ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാ നോക്കൂ, ഞങ്ങൾ ടണൽ അക്വേറിയത്തിലേക്ക് കയറിയത്. ഇത് 2 വർഷം മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടിരുന്നു. എങ്കിലും സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ അതിനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ചൊല്ലി കയറിയതാണ് കേട്ടോ. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും പോകണം. കൊച്ചു കുട്ടികൾക്ക് പുതുമയായിരിക്കും ഇങ്ങനത്തെ ഒരു ഷോ. മീനുകളൊക്കെ ഇതാ നമ്മുടെ മുകളിലൂടെയും സൈഡിലൂടെയും ഒക്കെ ഒഴുകിപ്പോകാം. നമുക്ക് കടലിനകത്തൂടെ നടക്കുന്ന ഒരു ഫീൽ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ലഭിക്കും. അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം മാത്രമല്ല, വിപുലമായ ഒരു പെറ്റ് ഷോ നമുക്ക് കാണാൻ സാധിക്കുന്നു. പെറ്റ് ഷോസ് എന്ന് പറയുമ്പോൾ പൂച്ചകൾ, കിളികൾ, റാറ്റ്സ് ഇതിനെയൊക്കെ നമുക്ക് പല പല സൈസിലുള്ളതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് നോക്ക്, ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ കുഞ്ഞു പാമ്പിനെ എടുത്ത് കഴുത്തിടാനും നമ്മുടെ മെക്കാവോവിനെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഉടുമ്പ്, ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ആനിമൽസ്, ചെറുതല്ല, നമുക്ക് പേടിയുള്ള ആനിമൽസ് ആണെങ്കിൽ കൂടിയും ഇതിനെയൊക്കെ നമ്മൾ തൊടാനൊന്ന് പേടിക്കും. എങ്കിലും ഇതിനെയൊക്കെ നമുക്ക് കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാനുള്ള അവസരവും ഇവിടെയുണ്ട്. ഇതാ മാവേലിക്കര ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കണ്ടിയൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഇത് നടന്നു പോകുന്നത്. എൻ്റെ ഒരു അറിവനുസരിച്ച് ഞായറാഴ്ച വരെ ഉള്ളൂ എന്നാണ് കേട്ടിരിക്കുന്നത്. എന്നാലും എല്ലാവരും പോയി കാണണം. മാവേലിക്കരയിൽ ഇതൊരു പുതിയൊരു സംഭവമല്ലേ, അപ്പോൾ എല്ലാവരും മാവേലിക്കരക്കാരെല്ലാം ചെന്ന് കാണണം. പിന്നെ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരുപാട് റൈഡുകളുണ്ട്. കുഞ്ഞുങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്യും ഒരു ദിവസം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. റൈഡുകൾക്ക് പുറമെ നമ്മുടെ ഐസ്ക്രീംസ്, അതുപോലെ ഫുഡ് മേളകളൊക്കെ ഉണ്ട്. പാനിപ്പൂരി, അതുപോലെ തന്നെ ബജ്ജി, പിന്നെ കടല, അങ്ങനെ കുറേ